വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. വിദേശ മദ്യം നിർമ്മാണ വ്യാപാര നിർമ്മാണ കൊടുത്ത പദ്ധതി കർഷകന്റെ നെഞ്ചിൽ പോയി പിണറായി വിജയന്റെ ദേഹം ഉരുത്തുകൊണ്ടാണ്. ഞങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും സമ്മതിക്കത്തില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ശ്രീ വിഷ്ണുനാഥൻ ഉൾപ്പെടെ മോഹൻലാൽമാർ ഉൾപ്പെടെ കോൺഗ്രസിന്റെ അതിഗംഭീര നേതാക്കന്മാരുടെ സാന്നിധ്യം വഹിക്കുന്നത് ഞാൻ എന്റെ വിഷയം കിടക്കുകയാണ്. ഞാൻ വളരെ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളയിൽ കുത്തിപ്പറിച്ചതുപോലെ ശിവരാജന്റെ കർഷകോപര ജീവിതത്തിൽ പാലക്കാട്ട് ഒയാസിന്റെ ഫാക്ടറി തെറിപ്പിക്കുന്നതായിരിക്കും വിളിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത്ര സംഘടിതമാണ് പാലക്കാട്ടെ കർഷകര്. ശ്രീ വി കെ ശ്രീകണ്ഠൻ MP വളരെ ആധികാരികമായി പ്രഖ്യാപിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ പോലീസും സംസ്ഥാന ഗവൺമെന്റിന്റെ സകല ചട്ടക്കൂട്ടന്മാരും പാലക്കാട്ടെ ബ്രൂവറി തുടങ്ങാൻ, ഞങ്ങൾ മദ്യശാല തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ശ്രീ മജൂഷന്റെ പള്ളിയിലെ വികാരിയുടെ വന്നിരുന്നു. അദ്ദേഹത്തിന് പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന് ഞാൻ നാളെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ആവശ്യപ്പെടുന്നു. സീറോ മലബാർ സഭയുടെ 5 മെത്രാന്മാര് ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. രക്തസാക്ഷി മണ്ഡപത്തിൽ 5 മെത്രന്മാരെനിക്ക് ഒരു പത്രപ്രസ്താവന നടത്താൻ പിണറായി വിജയന് മുട്ടുപറിക്കും കാലുപറിക്കും ഇതുണ്ടാക്കാം. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്, ഈ 3 കാര്യത്തിൽ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ചുമ്മാ നിരസിച്ചുകൊണ്ടും മരവിപ്പിച്ചുകൊണ്ടും കാര്യമില്ല. കാര്യക്ഷമമായ പദ്ധതി കൃഷിക്കാർക്ക് അനുകൂലമായി നാട്ടിൽ മൃഗങ്ങളും നാട്ടിൽ മനുഷ്യരും ജീവിക്കാനുള്ള ഉതകുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തണം. കഴിഞ്ഞിട്ട് അതായത് വിട്ടൊഴിഞ്ഞു പോകണം, വകുപ്പ് വിട്ടൊഴിഞ്ഞു പോകണം. പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് തീട്ടൂരം മാത്രമാണ്. ശ്രീ AK ശശീന്ദ്രൻ കേൾക്കുന്നത് പഴയൊരു കോൺഗ്രസ്സുകാരൻ. ആ രക്തം അല്പപ്പോൾ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ രക്തം പ്രാർത്ഥിച്ച രക്തം തന്നെയാണ്. പണ്ടൊരു കോൺഗ്രസ്സുകാരൻ എനിക്ക് അടുത്ത ആളാണ്. KC ജോസഫൊക്കെയായിട്ട് രാഷ്ട്രീയകാര്യത്തിലെ KC ജോസഫ് സംസ്ഥാന ഞാൻ ദീർഘിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നാട്ടില് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.